നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടുന്ന എല്ലാ കുട്ടികൾക്കും പോലും ഈ സ്കൂളിൽ പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ നിരാശയ്ക്ക് ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത്. ത്തിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ മറ്റു സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ, മാനേജ്മെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയാണ് ഇതിലൂടെ ഞങ്ങൾ കുട്ടികൾ നോക്കിക്കാണുന്നത്. നമ്മുടെ ഈ സ്കൂളിലെ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ 45 ഡിവിഷനില് 1800-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിലെ SSLC-യില് 600 കുട്ടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാസ് ഔട്ടായി വരികയും ചെയ്യുന്നുണ്ട്. 150-നും 180-നും ഇടയ്ക്ക് കുട്ടികൾ ഫുൾ എ പ്ലസ് ജയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ സ്കൂളില് ഹയർ സെക്കൻഡറി +2 3 ബാച്ചുകൾ മാത്രമാണുള്ളത്. അതിൽ ഒരു ബയോളജി സയൻസ്, ഒരു ഹ്യൂമാനിറ്റീസ്, ഒരു കൊമേഴ്സ്, ഈ 3 ബാച്ചുകളിലുമായിട്ട് 150 കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത്. മാർജിനൽ ഇൻക്രീസ് കൂടി വരുത്തുമ്പോൾ 180 കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടുന്ന എല്ലാ കുട്ടികൾക്കും പോലും ഈ സ്കൂളിൽ പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളുടെ നിരാശയ്ക്ക് ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത്. അപ്പോൾ അവർ പഠിച്ച ഈ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് റിസൾട്ടാണ് മാഷെ വാങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ദിനംപ്രതി വന്ന് നമ്മുടെ മുമ്പിൽ അവരുടെ വിഷമവും സങ്കടവും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഇതിന് പരിഹാരമായിട്ട് നമ്മുടെ സ്കൂളിൽ കുറഞ്ഞത് 2 ബയോളജി സയൻസ് ബാച്ചെങ്കിലും അനിവാര്യമാണ് എന്ന ചിന്തയാണ് ഞങ്ങൾക്കും അതുപോലെ PTA-ക്കും ഉള്ളത്. ത്തിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ ബാച്ച് അനുവദിക്കാതെ മറ്റു സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ, മാനേജ്മെന്റ് സ്കൂളിലേക്ക് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയാണ് ഇതിലൂടെ ഞങ്ങൾ കുട്ടികൾ നോക്കിക്കാണുന്നത്. കാരണം ഈ സ്കൂളിൽ ഇത് അനേകം വർഷങ്ങളായിട്ട് നടക്കുന്നത് ഇത് തന്നെയാണ്. എത്രയോ നാളായിട്ട് നമ്മുടെ PTA-യും HM പ്രിൻസിപ്പാളും എല്ലാവരും ഇതുപോലെ മിനിസ്റ്ററിന് ഇതിനു വേണ്ടി പോരാടുന്നു, ഇതിനു വേണ്ടി മിനിസ്റ്ററിനെ കാണാൻ പോകുന്നു, എന്നിട്ട് പോലും അതിലൊരു ഫലവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനേജ്മെന്റ് സ്കൂളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്കൂളിനെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്. ഇത് ഞങ്ങൾക്ക് പറയാനുണ്ട്.